പ്രിയപ്രേക്ഷകരെ, നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് പൊന്നാനിയിലെ നിർദ്ദിഷ്ട കപ്പൽശാല നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം കനക്കുകയാണ്. അതായത് സ്ഥലം MLA ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശത്തിനെതിരെ CPIM രംഗത്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊരു ബൃഹത്തായ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു MLAയുടെ ആദ്യത്തെ പ്രതികരണമായി വന്നത്. പിന്നീട് അദ്ദേഹം ഇത് ഒരു വലിയ പദ്ധതിയല്ല, ചെറിയ നിർമ്മാണ പദ്ധതിയാണ് എന്ന വിമർശനം എന്ന തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അതേസമയം CPIM പറയുന്നത് ഇതൊരു വലിയ പദ്ധതിയായിട്ടാണ് സർക്കാർ വിഭാവനം ചെയ്തത്. ആ പദ്ധതി ഇല്ലാതാക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം ആണ് നടക്കുന്നത് എന്നതാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ പൊന്നാനി ഷിപ്പ്യാർഡ് പദ്ധതി എന്നതിൻ്റെ ഒരു ഉള്ളടക്കം കൂടി ഒന്ന് പരിശോധിക്കാം. അതായത് പൊന്നാനി പദ്ധതി, അതായത് ഷിപ്പ്യാർഡ് പദ്ധതി എന്നത് ഒരു PPP മോഡൽ പദ്ധതിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് പൊന്നാനിയുടെ വികസനത്തിൽ നാഴികക്കല്ലാകും എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കമ്പനി PPP മാതൃകയിൽ ആണ് 30 വർഷത്തേക്ക് PPP മോഡലിൽ ആണ് ഈ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണം നടത്തുക. അതിൽ നിന്ന് വാടക ഇനത്തിൽ പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് 1.5 കോടി രൂപ എങ്കിലും സർക്കാരിന് ലഭ്യമാകുന്ന തരത്തിൽ ഉള്ള ഒരു കരാർ, അങ്ങനെയുള്ള കരാറാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് ഇടതുപക്ഷം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡും കമ്പനിയും തമ്മിൽ ആണ് ഒപ്പ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം സ്ഥലം ഉൾപ്പെടെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ 2026, അതായത് ഈ വർഷം ജനുവരി 3-ന് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് 2026 ജനുവരി 3-ന് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി നൽകി എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. അതായത് ഈ പ്രൊജക്റ്റ് വിഭാവനം ചെയ്തത് വലിയ വികസന പദ്ധതി എന്ന നിലയിലാണ്. അതിൽ വർഷവും തീയതിയും അടക്കമുള്ള വിശദാംശങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇടതുപക്ഷം പുറത്തുവിടുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഈ പദ്ധതിക്ക് മുന്നോട്ട് പോകുന്നതിന് 2026 ജനുവരി 3-ന് 29 ഏക്കർ തുറമുഖ ഭൂമിയിൽ PPP മാതൃകാ വികസനത്തിന് അനുമതി നൽകിക്കൊണ്ടും ഈ ടെൻഡർ മുഖേന യോഗ്യത നേടിയ കമ്പനിയുമായി കൺസഷൻ എഗ്രിമെൻ്റ് വെക്കാനും സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്. അതേസമയം പൊന്നാനി ഷിപ്പ്യാർഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികൾ അത് 2026 മെയ് 18-ന് കൺസഷൻ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. 2026 മെയ് 18-ന് മാരിടൈം ബോർഡും ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് ഹൈദരാബാദ് എന്ന കമ്പനിയുമായിട്ടാണ് ഈ കൺസഷൻ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് എന്നതാണ് കൃത്യമായി പറയുന്നത്. അതിൻ പ്രകാരം 2026 ജൂലൈ 26-ന് കണ്ടെയ്നർ ബേസ്ഡ് താൽക്കാലിക ഓഫീസ് നിർമ്മിക്കാനും വൈദ്യുതി, വെള്ളം എന്നിവയുടെ കണക്ഷൻ എടുക്കാനും മാരിടൈം ബോർഡ് കമ്പനിക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. ഒപ്പം 2026 ജൂലൈ 26-ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് CPIM. അതോടൊപ്പം തന്നെ താൽക്കാലിക ഓഫീസ്, അതായത് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 2026 ജൂലൈ 26-ന് താൽക്കാലികമായ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഓർക്കേണ്ടത് വലിയ ബൃഹത്തായ പദ്ധതിയാണ്. ഇതാ നോക്കൂ, 200 മുതൽ 1000 കോടി രൂപ വരെ നിക്ഷേപം ഈ പദ്ധതിക്ക് ഉണ്ടാകും എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയായി പൊന്നാനിയിലെ ഷിപ്പ്യാർഡ് മാറും എന്നതാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് ഈ പദ്ധതി എത്തുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒപ്പം ഈ കപ്പൽ നിർമ്മാണശാലയിലെ കപ്പൽ നിർമ്മാണത്തിൻ്റെ ശേഷിയിലേക്ക് വരുമ്പോൾ ഇതാ 150 മീറ്റർ വരെ നീളമുള്ള കപ്പലുകൾ, ഒരു പരിധിവരെ വലിയ കപ്പലുകൾ എന്ന് നമുക്ക് പറയാം. 150 മീറ്റർ നീളമുള്ള കപ്പലുകൾ എന്ന് പറയുമ്പോൾ വലിയ ഷിപ്പുകൾ വരെ നിർമ്മിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് ഈ കപ്പൽ നിർമ്മാണശാലയെ മാറ്റുക, അങ്ങനെയായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. പക്ഷേ അവിടെയാണ് നേരത്തെ MLA ആയിട്ടുള്ള നൗഷാദ് അലി നടത്തിയ ഒരു വിശദീകരണം. അതായത് ഈ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന പരാമർശം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പൊന്നാനി കപ്പൽ നിർമ്മാണ പദ്ധതി എന്ന പേരിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല.
ഇത് മാരിടൈം ബോർഡുമായി ബന്ധപ്പെട്ടാണ് ഇവർ കരാർ ഒപ്പിട്ടതെന്ന് പറയുന്നത്. മാരിടൈം ബോർഡ് ഇപ്പം നിലവിലില്ല, പിരിച്ചുവിട്ടു. പിന്നെ ഏത് കപ്പലാണ് എപ്പോഴാണ് പണി ചെയ്യുക എപ്പോഴാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു കമ്പനി വന്നിരുന്നു. ആ കമ്പനി പിന്നീട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം വന്നപ്പോൾ പുറന്തള്ളപ്പെട്ടു പോയി പുതിയ കമ്പനി വന്നു. ആ കമ്പനിയുടെ വാർത്തകളായിരുന്നു ഏതാനും മാസം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഇല പോലും അടങ്ങിയിട്ടില്ല. MLA എന്നുള്ള നിലയിൽ എനിക്കൊരു വിവരമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അപസർപ്പക കഥകളാണ്. കഥകൾ മെനയാനും ആഘോഷിക്കാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. കഴിഞ്ഞ സർക്കാർ കാലത്താണ് ഒപ്പുവെച്ചെന്ന് പറയും. അത് അങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. പുതിയ സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യവും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയൊന്ന് ഉള്ളതായിട്ട് എനിക്കറിയില്ല. MLA എന്നുള്ള നിലയിൽ എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ കൊള്ളാം. അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മാരിടൈം ബോർഡും ഈ കമ്പനിയും കരാർ ഒപ്പുവെച്ചു. അപ്പോൾ നിയമപ്രാബല്യമായി എന്നാണ് മാരിടൈം ബോർഡിന്റെ. അങ്ങനെ ഒരു മാരിടൈം ബോർഡ് ഇപ്പം നിലവിലില്ല. അത് 2011-16 കാലത്തെ കമ്പനിക്കും പല കരാർ ഒപ്പുവെക്കലും അഗ്രിമെന്റ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വാലിഡിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ഒപ്പിട്ടത്. അപ്പോൾ ഇവരത് വാലിഡും അവരത് ഇൻവാലിഡും ആവുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇനി ഈ കൂട്ടരൊക്കെ ഇങ്ങനെ പരസ്പരം ഓരോ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഇതിനെക്കുറിച്ച് MLA എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു വിവരമില്ല. യെസ്, ഈ ഒരു പ്രതികരണം വന്നതിന് ശേഷം ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഒരു ബൃഹത്തായ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് MLA ഈ മട്ടിൽ സംസാരിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു CPM-ന്റെ ജില്ലാ സെക്രട്ടറി VP അനിൽ ഉന്നയിച്ചത്. പൊന്നാനിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള MLA ഈ പദ്ധതിയെ തീർത്തും ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പദ്ധതിയെ ഇല്ല എന്നുള്ള രൂപത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ പരസ്യപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2025 2 തവണ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് 2026 ജനുവരി 3 29 ഏക്കർ തുറമുഖ ഭൂമിയിൽ PPP മാതൃകാ വികസനത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഈ ടെൻഡർ വഴി ഈ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അത് 26 മെയ് 18 മാരിടൈം ബോർഡും ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായിട്ട് ഈ കൺസെഷൻ എഗ്രിമെന്റ് ഒപ്പുവെക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 26 ഇതിന്റെ താൽക്കാലിക ഓഫീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടും വൈദ്യുതി, വെള്ളം എന്നിവയുടെ കണക്ഷൻ എടുക്കാനുള്ള അനുമതി ഈ കമ്പനിക്ക് സർക്കാർ നൽകിയില്ല. ഇത്രയേറെ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോ ഈ പദ്ധതിയെ ആ പൊന്നാനിയുടെ വികസനം എന്നുള്ളത് മാത്രമല്ല, ഈ ജില്ലയ്ക്കകത്താകെ വലിയ രൂപത്തിലുള്ള വികസനവുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള, വലിയ രൂപത്തിലുള്ള ജോലി സാധ്യതയുള്ള ഒരു പദ്ധതിയെ, അത് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള ഒരു വലിയ പദ്ധതിയെ തീർത്തും അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം അവിടുത്തെ MLA സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികളുമായി ഈ വാർത്തയിലേക്കാണ് പോകുന്നത്. വിശദാംശങ്ങൾ CV അനുമോദ് നൽകും. അനുമോദ്, ഇവിടെ ഇടതുപക്ഷം പ്രത്യേകിച്ച് CPIM ഈ പദ്ധതി വിഭാവനം ചെയ്തത് എന്താണ്, പദ്ധതി കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് തെറ്റാണ് എങ്കിൽ ഈ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ MLAയോ പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുന്നുണ്ടോ പുതിയ സർക്കാർ സംവിധാനങ്ങൾക്കും MLAയ്ക്കുമൊക്കെ?
അഭിലാഷ്, ഇക്കാര്യത്തിൽ കെ പി നൗഷാദ് അലിയുടെ പുതിയൊരു വിശദീകരണം കൂടി ലഭ്യമായതാണ്. നമുക്ക് അല്പസമയത്തിന് അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് കരുതുന്നത്. ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ സർക്കാരിന് ഈ ഒരു പദ്ധതിയിൽ താല്പര്യമില്ല എന്ന് അദ്ദേഹം വളരെ പറയാതെ തന്നെ പറയുകയാണ്. കാരണം ഇത് സർക്കാർ സ്പോൺസേഡ് പരിപാടിയായിട്ട് ഇടതുപക്ഷം അവതരിപ്പിക്കേണ്ടത് ആയിരുന്നില്ല. ഇത് മുൻപത്തെ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞ ഒരു മാരിടൈം ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചത്. പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന അന്നാണ്, അതായത് മെയ് 18-നാണ് ഈ മാരിടൈം ബോർഡ്, അതായത് ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട മാരിടൈം ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അത് തന്നെ ദുരൂഹമാണ്. പക്ഷേ ഇവിടെ ഈ ഇത്രയും സ്ഥലം, 29 ഏക്കർ സ്ഥലം, ഇത്രയും കണ്ണായ സ്ഥലം ഈ ഒരു ദുരൂഹത നിറഞ്ഞ പദ്ധതിക്ക് കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു. പക്ഷേ ഇടതുപക്ഷം ഇവിടെ പൊന്നാനിയുടെ ഒരു സമഗ്ര വികസനത്തിനായിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയെ MLA താറടിച്ച് കാണിക്കുന്നു. MLAക്ക് അതിൽ വ്യക്തിഗതമായ താല്പര്യങ്ങൾ മറ്റു പലതാണ് എന്ന തരത്തിലാണ് ആക്ഷേപമുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ CPM ജില്ലാ കമ്മിറ്റി ഒന്നാകെ നൗഷാദ് അലി വിമർശിക്കുന്നുമുണ്ട്. എന്തിനാണ് ജില്ലാ കമ്മിറ്റിക്ക് ഇതിലിത്ര താല്പര്യമെന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ മുൻപ് നടന്ന പല പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ് എന്ന തരത്തിൽ തന്നെയാണ് നൗഷാദ് അലി പറയുന്നത്. മാത്രമല്ല ഇതിനപ്പുറം ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, മുൻപ് കോഴിക്കോടും മറ്റും നടത്തിയ പല ഇടപാടുകളും, തീരദേശത്തെ ബീച്ചുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും ദുരൂഹമാണ്. സമാനമായ തരത്തിലുള്ള ഒരു ദുരൂഹത ഇവിടെയും നിർമ്മിക്കാനാണ്, അല്ലെങ്കിൽ ഇവിടെയും കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ചില ലോബികൾ പ്രവർത്തിക്കുന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും പൊന്നാനിയെ സംബന്ധിച്ച് അവിടെ മുൻപ് ഒരു സ്വകാര്യ തുറമുഖം തുടങ്ങണം, അല്ലെങ്കിൽ നടപടികളൊക്കെ നടത്തിയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ അതിൻ്റെ സംരംഭകർക്ക് പണം സംഘടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് പിന്മാറുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഒരു തുറമുഖത്തിൻ്റെ സാധ്യത തുറന്നിടുന്ന സ്ഥലമാണ് പൊന്നാനി. അവിടെ ഈ ഒരു വെസൽ നിർമ്മാണശാല വരികയാണെങ്കിൽ തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതെയാകും. അതിൻ്റെ ഒരു കാര്യം കൂടി ഈ പുതിയ വിവാദങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. ഒരുപക്ഷെ മറ്റൊരു വലിയ പദ്ധതിക്കായിട്ട് സർക്കാർ നീക്കം നടത്തുന്നതുകൊണ്ടാണോ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച ഈ പദ്ധതി അദ്ദേഹം എതിർക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അഭിലാഷ്, അതിലും ഈ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെയെങ്കിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കാനും തയ്യാറാകുന്നില്ല. ഇവിടെ മറ്റൊരു പ്രൊജക്റ്റ് വരുന്നോ, അല്ലെങ്കിൽ കൂടുതൽ ബൃഹത്തായ പദ്ധതി, പ്രത്യേകിച്ച് ഈ ബജറ്റിൽ ഉൾപ്പെടെ സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ സാധ്യതകളുണ്ട്. തീരമേഖലകളെ പ്രയോജനപ്പെടുത്തിയാൽ ഇത്തരം നിർമ്മാണ യൂണിറ്റുകൾ ഉൾപ്പെടെ എന്നൊക്കെ ബജറ്റിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നുവെങ്കിലും കൃത്യമായി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുമില്ലല്ലോ അനുമോദ്. ബജറ്റിൽ പൊന്നാനിയെ സംബന്ധിച്ച് ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വരുന്ന ബജറ്റിൽ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന സാധ്യതകളാണ് പലരും തുറന്നിടുന്നത്. അതായത് സർക്കാരിന് പൊന്നാനിയിൽ എന്തൊക്കെയോ മറ്റു ചില പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. അത് എന്താണെന്ന് പറയാനായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പക്ഷേ എന്താണെങ്കിലും അതിനാകെ നമുക്ക് ആ പൊന്നാനിയിൽ നീക്കിവെക്കാൻ കഴിയുന്ന സ്ഥലം കണ്ണായിട്ടുള്ള ഈ ഒരു 30 ഏക്കറോളം ഭൂമിയാണ്. അവിടെ മറ്റൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ സർക്കാരിന് മറ്റൊന്നും തന്നെ പുതിയതായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ നിന്ന് അല്പം പിന്നോക്കം പോകുന്നത് എന്ന് തന്നെയാണ് പറയാനാകുന്നത്. നൗഷാദ് അലിയെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സർക്കാരിൻ്റെ തീരുമാനമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ്. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചില്ലെങ്കിലും സർക്കാരിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പദ്ധതികൾക്കുള്ള സാധ്യതകൾ തുറന്നിടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ നീക്കമെന്നാണ് വിലയിരുത്തേണ്ടത്. ഇടതുപക്ഷമാകട്ടെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയെ അത് അഴിമതിയുടെ സംശയമുള്ളതിനാൽ അല്ലെങ്കിൽ മറ്റു ചില ദുരൂഹതയുള്ളതിനാലാണ് എതിർക്കുന്നത് നൗഷാദ് അലി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇടതുപക്ഷം വലതുപക്ഷവും ഒരേപോലെ ഇക്കാര്യത്തിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിലവിലുണ്ടാവുക. പക്ഷെ അതിനപ്പുറം പൊന്നാനിയുടെ വികസനത്തിന് ഇതല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് വ്യക്തമായൊരു മറുപടി നൽകാൻ ഒരുപക്ഷെ MLA ആയിട്ടുള്ള KP നൗഷാദ് അലിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബൃഹത് പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ സർക്കാർ? പിന്നോട്ട് പോകുന്നുവെങ്കിൽ അതെന്തുകൊണ്ട്? അവിടെ മറ്റൊരു ബൃഹത് പദ്ധതി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഇതിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് തീർച്ചയായും ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. സ്ഥലം MLA ഉൾപ്പെടെയാണ് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നത്.